വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പൂജാവിധി പ്രകാരമൊക്കെ ചടങ്ങുകൾ തിരുമേനിയുടെ മുമ്പിൽ അവിടെ സന്തോഷകരമായിട്ട് നടക്കുകയാണ്. തിരുമേനിയുടെ അടുത്തേക്ക് അർജുനും വിഷ്ണുവും ശാലിനിയും ഇരിക്കുന്നുണ്ട്. തുടർന്ന് നന്നായി പ്രാർത്ഥിച്ച ശേഷം കുഞ്ഞിനെ കൈമാറിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ അർജുൻ ശാലിനിയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും ചേർന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നുണ്ട്. സ്നേഹത്തോടെ തന്നെ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരവും സങ്കടത്തോടെ അർജുൻ ഇരിക്കുകയാണ് അവിടെ. അന്നേരം അർജുൻ്റെ മുഖത്തെ വിഷമം വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ഈ സന്തോഷകരമായ നിമിഷങ്ങളൊന്നും കാണാൻ കഴിയാതെ സുസ്മിത ആകെ ദേഷ്യപ്പെട്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാരദാമ്മയും രാഘവൻ നായരും സത്യഭാമയും അല്പം നീരസത്തോടു കൂടി വസുമതിയും ചിത്രയും. തുടർന്ന് ദത്തെടുക്കലിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് വക്കീലെത്തിയിട്ടുണ്ട്. അന്നേരം എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ട്. അന്നേരം എല്ലാം റെഡി അല്ലേ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ ദത്ത് കൊടുക്കുന്ന അർജുൻ്റെയും ദത്തെടുക്കുന്ന ആളുകളുടെയും പേരെഴുതി ഒപ്പിട്ടാൽ മാത്രം മതി എന്ന് പറയുകയാണ്. തുടർന്ന് ഡോക്യുമെൻറ്റ്സൊക്കെ അർജുൻ വാങ്ങിച്ച ശേഷം ഇങ്ങനെ പേന വക്കീൽ കൊടുക്കുന്നുണ്ട്. തുടർന്ന് സത്യാമ്മയെയും വിഷ്ണുവിനെയും ശാലിനിയെയും വസുമതിയും ഒക്കെ ഒന്ന് നോക്കിയിട്ട് അർജുൻ അങ്ങ് സങ്കടത്തോടു കൂടി അതിലേക്ക് ഒപ്പുവയ്ക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കുമ്പോൾ വിഷ്ണു പേനയും പിടിച്ച് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിരിക്കുകയാണ്. അന്നേരം ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരും ഇടുമോനെ എന്ന് പറയുമ്പോൾ വിഷ്ണു അതിലേക്ക് ഒപ്പുവയ്ക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അങ്ങ് വിഷ്ണു വാങ്ങുന്നുണ്ട്. തുടർന്ന് ആ ഡോക്യുമെൻറ്റിലേക്ക് ശാലിനി വാങ്ങുകയാണ്. തുടർന്ന് അത് വാങ്ങിയ ശേഷം ശാലിനി ഇങ്ങനെ ശാരദാമ്മയെ നോക്കുകയാണ്. അന്നേരം ഇട്ടോന്നിങ്ങനെ തല കൊണ്ട് ശാരദാമ്മയെ ആംഗ്യം കാണിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമയെ നോക്കുമ്പോൾ സത്യഭാമ അങ്ങ് മുഖം മാറ്റുകയാണ്. തുടർന്ന് വിഷ്ണുവിനെയും അർജുനെയും ഒന്ന് നോക്കിയ ശേഷം സങ്കടത്തോടെ തന്നെ ശാലിനിയും അതിലേക്ക് ഒപ്പുവയ്ക്കുന്നുണ്ട്. തുടർന്ന് അതെല്ലാം വാങ്ങിയ ശേഷം വക്കീൽ പറയുന്നുണ്ട്, ഒരു വക്കീലായതുകൊണ്ട് അർജുന് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. കുഞ്ഞിൻ്റെ അവകാശം ഇനി ആരെക്കാളും അവകാശം ഇവർക്ക് രണ്ടുപേർക്കും ആയിരിക്കും എന്നിങ്ങനെ വക്കീൽ പറയുമ്പോൾ മനസ്സിലായില്ല എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. അന്നേരം മറ്റാരെക്കാളും കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയെക്കാളും അവകാശം ദത്തെടുക്കുന്ന ഇവർക്കായിരിക്കും. ഒരു അവകാശ തർക്കം വന്നാലും വിധി ഇവർക്ക് അനുകൂലമായിരിക്കും എന്നിങ്ങനെ വക്കീൽ പറയുകയാണ്. അന്നേരം ഞാനും അപ്പോൾ എനിക്കോ എന്നൊക്കെ സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ആരെക്കാളും അവകാശം ഇവർക്കായിരിക്കും എന്നിങ്ങനെ വക്കീൽ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ അങ്ങ് വിഷമമാവുകയാണ്. അന്നേരം സത്യഭാമയുടെ മുഖം കണ്ടിട്ട് സുസ്മിത കരുതുകയാണ്, ഇതൊന്നും അറിയാതെയാണ് ഇവർ ഇത്രയും നേരം കൈയടിച്ച് പാസ്സാക്കിയതെന്നൊക്കെ സുസ്മിത ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് അങ്ങ് അത് കേൾക്കുമ്പോൾ അങ്ങ് വിഷമമാകുന്ന സത്യഭാമ അങ്ങ് ആരെയും നോക്കാതെ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. അത് വിഷ്ണുവും അർജുനും ശാലിനിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ആകെ വിഷമത്തോടെ ഇരിക്കുന്ന അർജുൻ്റെ കയ്യിലേക്ക് അങ്ങ് വിഷ്ണു മുറുകെ പിടിക്കുന്നുണ്ട്. അന്നേരം ആ കൈ അങ്ങ് ഇറുക്കി പിടിക്കുകയാണ് അർജുനും. തുടർന്ന് മുറ്റത്തേക്ക് പോയി അങ്ങ് ഒറ്റയ്ക്ക് നിൽക്കുന്ന സത്യഭാമയുടെ അടുത്തേക്ക് സുസ്മിത വരികയാണ്. സത്യഭാമയാണെങ്കിൽ അർജുൻ ശാലിനിക്ക് കുഞ്ഞിനെ കൊടുത്തതും വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, എരിഞ്ഞു തുടങ്ങി, ഇനി അല്പം എണ്ണ ഒഴിച്ചങ്ങോട്ട് കളയാമെന്നും പറഞ്ഞ് അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ്, ആൻറ്റി ഇങ്ങനെ മാനം കെട്ട് നിൽക്കുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഇങ്ങനെ മാനം കെട്ട് നിൽക്കാനായിട്ട് ആൻറ്റി എന്ത് ചെയ്തു, എനിക്ക് തന്നെ അങ്ങ് വല്ലാതെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ഭാമ അങ്ങ് പോവാൻ തുടങ്ങി. അന്നേരം ആൻറ്റി എവിടെ നിന്നേ, ഞാൻ പറയുന്നത് കേട്ടേ മതിയാകുമെന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും പറയുകയാണ്, ഇവിടെ ഒരു ദത്ത് കൊടുക്കൽ ചടങ്ങ് നടന്നല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഈ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായത് ആർക്കാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം കച്ചവടമോ എന്നും പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം അതല്ല, ഞാൻ ശാലിനിയുടെ ഒരു റൂട്ട് പറഞ്ഞു തന്നതാണ്. ഇവിടെ വസുമതി ആൻറ്റി ഇവിടേക്ക് വരാൻ കാരണം ആരാണ്, അർജുനേട്ടൻ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇതിൽ ലാഭമുണ്ടാകാൻ പോകുന്നതും ആൻറ്റിക്കെതിരെ ഒരു ശത്രു മനോഭാവം ഉണ്ടാക്കാൻ സാധിക്കുന്നതും ഒക്കെ ശാലിനിക്കല്ലേ ഇവിടെ ലാഭമുണ്ടാകുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അങ്ങ് വിശ്വസിക്കുകയാണ്. തുടർന്ന് വീണ്ടും സുസ്മിത പറയുകയാണ്, ഇതിൽ അർജുനേട്ടനും പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻറ്റിക്ക് എത്ര മക്കളാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത നിനക്കെന്താ, നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു കാര്യം ആൻറ്റിക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്, എത്രയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം 2 എന്നിങ്ങനെ സത്യഭാമ ദേഷ്യത്തോടെ പറയുമ്പോൾ അതിൽ ഒരാൾ ശാലിനിയുടെ ഭർത്താവല്ലേ വിഷ്ണുവേട്ടൻ, ഒരാളാണെങ്കിൽ കോമ സ്റ്റേജിലും, അതിനി എണീക്കുമോ എന്ന് തന്നെ സംശയമാണ് എന്നിങ്ങനെ പെട്ടെന്ന് സുസ്മിത പറയുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയെ ഇങ്ങനെ ദേഷ്യത്തിൽ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആൻറ്റി ഒന്ന് മനസ്സിലാക്കുക, സത്യം പറയുമ്പോൾ ഇങ്ങനെ കോപിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിയമപരമായിട്ട് കുഞ്ഞിനെ അർജുനേട്ടൻ ശാലിനിക്ക് ദത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അർജുനേട്ടനും ശാലിനിയും തമ്മിൽ ഒരു കടലാസിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അർജുനേട്ടനും ഇതിന് കൂട്ടുനിന്നത് തന്നെയാണ്. എങ്ങനെയും പ്രീതിയോടുള്ള സ്നേഹമാണ് അവർ മുതലെടുത്തത്. പക്ഷേ ഇനി പ്രീതി അർജുനേട്ടൻ ഉപേക്ഷിക്കും. പച്ചക്കറി പോലെ ബെഡിൽ കിടക്കുന്ന
പ്രീതി അർജുനേട്ടൻ എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് നിർത്തുകയാണ്. മനഃപൂർവ്വം വിഷ്ണുവേട്ടനെ കൊണ്ട് ശാലിനി എന്താണ് കഴുത്തിൽ താലി കെട്ടിച്ചത്, അതൊക്കെ സത്യഭാമയുടെ പണപ്പെട്ടി കണ്ടിട്ട് തന്നെയാണ്. നാളെ ഒരു കാലത്ത് കുടുംബശ്രീ ചായക്കടയിലെ ശാരദാമ്മ വന്ന് അങ്കിളിനോടും ഭാമാൻറ്റിയോടും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയുമല്ല. അവൾ ഇതൊക്കെ മുന്നേ മനസ്സിൽ കൂട്ടി കണ്ടതാണ്. ഇനിയിപ്പോൾ വിഷ്ണുവേട്ടൻ്റെ സ്വത്ത് എന്തായാലും അവൾക്ക് തന്നെയാണല്ലോ. തുടർന്ന് പ്രീതിയുടെ കുഞ്ഞ് അതും ഇപ്പോൾ അവൾ കൈക്കലാക്കിയിരിക്കുന്നു. ഇതൊക്കെ ആൻറ്റി വിശ്വസിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് തകർത്ത് പെർഫോം ചെയ്യുമ്പോൾ സത്യഭാമ ഇതെല്ലാം അങ്ങ് വെള്ളം തൊടാതെ വിശ്വസിക്കുകയാണ്. ഇനി ശാലിനിയുടെ അല്ലാതെ ആൻറ്റിക്ക് ഒരു അനന്തരാവകാശി എന്തായാലും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ പിന്നെ സ്വത്ത് അവൾക്ക് തന്നെയാണ്. പ്രീതിയുമായിട്ടൊരു ദാമ്പത്യ ബന്ധം സാധ്യമല്ല എന്നും പറഞ്ഞ് അർജുനേട്ടനൊരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ എന്തായാലും സുഖമായിട്ട് അങ്ങ് ഡിവോഴ്സ് കിട്ടും. നേരത്തെ തന്നെ പ്രീതിയുടെ സമ്മതമില്ലാതെ തന്നെ ഡിവോഴ്സിന് പോയ ആളല്ലേ. ഇനി എന്തായാലും ആൻറ്റിക്ക് വേറൊരു അവകാശം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്കിൾ എന്തായാലും വീൽ ചെയറിലല്ലേ എന്നിങ്ങനെ പെട്ടെന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ സുസ്മിത എന്നിങ്ങനെ നോക്കിയാണ്. അല്ല, ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്. തുടർന്ന് നീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം ആൻറ്റിക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഞാൻ എത്രയ്ക്ക് പറഞ്ഞു തന്നിട്ടും ഒന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്കെല്ലാം ആൻറ്റി ഒരു പാവം തന്നെയെന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം പാവമോ, നീ ഇതൊക്കെ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവും ശാലിനിയും അർജുനും എല്ലാം ഈ സത്യഭാമയുടെ വിശ്വരൂപം കാണും എന്നിങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് സുസ്മിതയെ നോക്കിയിട്ട് ഭാമയങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും വേണ്ടതെന്ന്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി പാതുക്കുട്ടിയെയും കൊണ്ട് പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശാലിനി കുഞ്ഞിനെ പ്രീതിയുടെ അടുത്തേക്ക് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കുഞ്ഞിൻ്റെ ദത്തെടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. കുഞ്ഞിനെ ദത്തെടുത്തത് ആരാണെന്ന് പ്രീതി നിനക്ക് അറിയണ്ടേ? നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങ് സങ്കടത്തോടെയാണ് ശാലിനി സംസാരിക്കുന്നത്. ഇവളെ ഞങ്ങളാണ് ദത്തെടുത്തത്. ഇനി പാറുക്കുട്ടിയുടെ അച്ഛനും അമ്മയും ഞങ്ങളാണ്. നീ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ പ്രാണം കൊടുത്ത് ഞങ്ങൾ സ്നേഹിക്കും. നീ ഈ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കുന്ന ദിവസം യാതൊരു വാദങ്ങളും ഇല്ലാതെ പാറുക്കുട്ടിയെ തിരികെ ഏൽപ്പിക്കും. നീ കേൾക്കുന്നുണ്ടോ പ്രീതി എന്നും പറഞ്ഞ് സങ്കടത്തോടു കൂടി അങ്ങ് ശാലിനി സംസാരിക്കുകയാണ്. അന്നേരം സങ്കടപ്പെട്ടങ്ങ് ശാലിനി കരയുമ്പോൾ പ്രീതി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ തോളിലേക്ക് വിഷ്ണു കൈ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സന്തോഷത്താൽ അവളുടെ മനസ്സിപ്പോൾ വിങ്ങുന്നുണ്ടാകും. കൂടുതൽ പറഞ്ഞ് അവളെ വേദനിപ്പിക്കണ്ടെന്നും പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് വിഷ്ണു എടുക്കുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ശാലിനി പ്രീതിയുടെ നെറ്റിയിലേക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് വിഷ്ണു. തുടർന്ന് മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി വരികയാണ്. എന്നിട്ട് ശാലിനി ചോദിക്കുകയാണ്, പഞ്ചകൈലാസത്തിലെ സ്റ്റേഷനിൽ നിന്നും ബാക്കി കിട്ടാനുള്ള CCTV ഫുട്ടേജ് കിട്ടിയോന്ന്. അന്നേരം അതിനെന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പിന്നെ അത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്കത് കിട്ടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിലും അവരെന്തായാലും വെറുതെ ഇരിക്കില്ലല്ലോ. മേഘമോ മഞ്ഞോ എന്തെങ്കിലും അതിൽ സുസ്മിതയെ രക്ഷിക്കാനായിട്ടുണ്ടാകും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ്, എന്തായാലും കുറ്റവാളിയെ കണ്ടുപിടിച്ച് മതിയാകൂ. രോഹിത്തിൻ്റെ മിസ്സിങ്ങും ഈ പ്രീതി ഇങ്ങനെ കോമാവസ്ഥയിൽ കിടക്കുന്നത് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പ്രീതി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിൽ അവളെന്തായാലും തടസ്സം സൃഷ്ടിക്കില്ല. ഇപ്പോഴും പ്രീതി കോമാവസ്ഥയിൽ കിടക്കാൻ കാരണം ആ സുസ്മിത തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവൾക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവില്ലല്ലോ എന്നിങ്ങനെ വിഷ്ണു ആദ്യം ഓർക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, സത്യഭാമയുടെ അനുകമ്പ, അവളുടെ വിശ്വാസം അവളുടെ മേളിൽ നിൽക്കുമ്പോൾ അവളെ ജയിലിലേക്ക് അല്ലാതെ വേറെ എങ്ങോട്ടും അയക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ അതിന് വ്യക്തമായ തെളിവ് വേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുന്ന വിഷ്ണു പറയുകയാണ്, ഇനി തെളിവിനായിട്ടൊന്നും കാത്തു നിൽക്കുന്നില്ല. കുറ്റവാളി മുമ്പിൽ നിൽക്കുമ്പോൾ അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ നമുക്ക് തെളിവ് കിട്ടും. അത് ഞാൻ പറയിപ്പിക്കും. അതിന് വേറെ ആരും വേണ്ട, ഈ വിഷ്ണു മാത്രം മതി എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു എന്തോ തീരുമാനം എടുക്കുകയാണ്. ഇനി സുസ്മിതയെ ചോദ്യം ചെയ്ത് തെളിവ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും വിഷ്ണു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിൽ വിഷ്ണു നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.